നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് യൂണിറ്റ് 3 ആണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിലെ യൂണിറ്റ് 3 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സിലബസ് അനുസരിച്ച് മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റെസ്പെക്ട് ഫോർ അതേഴ്സ് ആൻഡ് ലിവിങ് പീസ്ഫുള്ളി. അപ്പോൾ സിലബസ് അനുസരിച്ച് ഇങ്ങനെ മാത്രമേ ഉള്ളൂ, റെസ്പെക്ട് ഫോർ അതേഴ്സ് ആൻഡ് ലിവിങ് പീസ്ഫുള്ളി. സോ ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ പറയുന്ന റെസ്പെക്ട് ഫോർ അതേഴ്സ് ആൻഡ് ലിവിങ് പീസ്ഫുള്ളി എന്നുള്ളത് നമ്മൾ എലാബറേറ്റ് ചെയ്താണ് ഈ ഒരു ടെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ടോ നമ്മുടെ സിലബസ് അനുസരിച്ച് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനകത്ത് എന്തൊക്കെയാണോ വരാൻ സാധ്യതയുള്ളത് അതെല്ലാം തന്നെ നമ്മുടെ ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യൂണിറ്റിൻ്റെ പേരായിട്ട് കൊടുക്കേണ്ടത് റെസ്പെക്ട് ഫോർ അതേഴ്സ് ആൻഡ് ലിവിങ് പീസ്ഫുള്ളി. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ്, അതായത് ഈ പറയുന്ന ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ എത്തിക്സ്, ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നമുക്കറിയാത്ത ഒരു കാര്യമില്ല, കാര്യം ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഒന്ന് എക്സാമിന് എഴുതാൻ പറഞ്ഞാൽ ആ ഒരു സമയത്താണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ റെസ്പെക്റ്റ് എന്നൊരു വാക്ക്, റെസ്പെക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഒരാളെ ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ഈ ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം. നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്താണ് റെസ്പെക്റ്റ്, റെസ്പെക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ റെസ്പെക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. ഈ റെസ്പെക്റ്റ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. അതായത് ഈ സബ്ജക്റ്റിലെ മിക്കവാറും എല്ലാ കോൺസെപ്റ്റും നമുക്കറിയാം, പക്ഷേ അതെന്താണെന്ന് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് റെസ്പെക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ആൾ നടന്നു വരുമ്പോൾ, ഇപ്പോൾ പ്രായത്തിൽ മുതിർന്ന ഒരാൾ നടന്നു വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, അപ്പോൾ നമ്മൾ പറയും അതാണ് റെസ്പെക്റ്റ്. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ക്ലാസ്സിലോട്ട് വരുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, അതാണ് റെസ്പെക്റ്റ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ കണ്ടിരിക്കുന്ന ഈ റെസ്പെക്റ്റ് എന്ന സാധനങ്ങളെല്ലാം തന്നെയും യഥാർത്ഥത്തിൽ ഷോയിങ് റെസ്പെക്റ്റ് ആണ്, ബഹുമാനം കാണിക്കുന്ന രീതികളാണ്. നമ്മൾ അയാളെ ബഹുമാനിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അങ്ങനെയൊക്കെയാണ് ബഹുമാനം കാണിക്കുന്നത്. അപ്പോൾ ഈ ഷോയിങ് റെസ്പെക്റ്റ് ആണ് പലപ്പോഴും നമ്മൾ റെസ്പെക്റ്റ് ആയിട്ട് മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഒരു ടീച്ചറെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നാൽ ആ ടീച്ചർ റെസ്പെക്റ്റ് ചെയ്തു എന്നല്ല, വി ആർ ജസ്റ്റ് ഷോയിങ് റെസ്പെക്റ്റ്, ബഹുമാനം കാണിക്കലാണത്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് കൊണ്ട് ബഹുമാനം കാണിച്ചു എന്നാവണമെന്നില്ല. ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ്സിലോട്ട് വരുന്നു, നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, 1 മണിക്കൂർ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ഫുള്ള് ബഹളം, നമ്മൾ എഴുന്നേറ്റ് നിന്നു, ബഹുമാനിച്ചു. പക്ഷേ ആ 1 മണിക്കൂർ ഫുൾ ബഹളമാണെങ്കിൽ നിങ്ങളവിടെ ബഹുമാനം കാണിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഷോയിങ് അല്ല, യഥാർത്ഥ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ കൺസിഡറേഷൻ ആണ്. റെസ്പെക്റ്റ് മീൻസ് ഷോയിങ് കൺസിഡറേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഈ 2 വാക്ക് മനസ്സിലാക്കുക. മറ്റൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, മറ്റൊരാളുടെ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കൺസിഡറേഷനും അണ്ടർസ്റ്റാൻഡിങ്ങുമാണ് യഥാർത്ഥ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. മറ്റൊന്നെന്ന് പറയുന്നത് വാല്യൂയിങ് ദ ഫീലിങ്സ്, ഒപ്പീനിയൻസ് ആൻഡ് റൈറ്റ്സ് ഓഫ് അതേഴ്സ്. മറ്റൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യണം, അയാളെ നമ്മൾ മനസ്സിലാക്കണം, ആ ആളുടെ ഫീലിങ്സും ഒപ്പീനിയൻസും റൈറ്റ്സും നമ്മൾ കൃത്യമായിട്ട് വാല്യൂ ചെയ്യണം. എങ്കിൽ നമ്മൾ അയാളെ റെസ്പെക്റ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആവുന്നുണ്ടോ? അല്ലാതെ ഒരാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ അയാളോട് മോശമായിട്ട് പെരുമാറിയാൽ റെസ്പെക്റ്റ് ആവില്ല. നമ്മൾ അയാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കെ നമ്മൾ അയാളെ കൺസിഡർ ചെയ്യണം. വരുന്നതൊരു ടീച്ചറാണ്, ആ കൺസിഡറേഷൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുന്നതാണ് എഴുന്നേറ്റ് നിൽക്കുന്നു. ഓക്കെ, പക്ഷെ അവിടെ കൊണ്ട് തീർന്നിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം, ആ നിൽക്കുന്ന ടീച്ചറാണ്, 1 മണിക്കൂർ കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടാണ് പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ആ പൊസിഷൻ മനസ്സിലാക്കണം. ദെൻ ആ ഒരു ടീച്ചറുടെ ഫീലിങ്സ്, ഒപ്പീനിയൻസ്, റൈറ്റ്സ് ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി എന്താണോ ആ 1 മണിക്കൂർ ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടീച്ചർ റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് അർത്ഥം. അപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ്. കൺസിഡറേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. അതിപ്പോൾ പ്രായത്തിന് മുതിർന്നവരാണോന്നില്ല, നമുക്ക് പ്രായത്തിൽ താഴെ ഉള്ളവരെയും റെസ്പെക്റ്റ് ചെയ്യാം. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം എന്നുള്ളതൊന്നുമല്ല. പ്രായം കൂടിയവരെ റെസ്പെക്റ്റ് ചെയ്യാവും നിർബന്ധമൊന്നുമില്ല, നമുക്ക് പ്രായം കുറഞ്ഞവരെയും നമുക്ക് റെസ്പെക്റ്റ് ചെയ്യാം. റെസ്പെക്റ്റ് മീൻസ് വാട്ട്? ജസ്റ്റ് കൺസിഡറേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാല്യൂയിങ് ദ ഫീലിങ്സ്, ഒപ്പീനിയൻസ് ആൻഡ് റൈറ്റ്സ് ഓഫ് അതേഴ്സ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ യാതൊരു പ്രിജുഡീസ് മൈൻഡും ഇല്ലാതെ, യാതൊരു തരത്തിലും പ്രിജുഡീസ് മൈൻഡ് അല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളൊരു മനസ്സാണ് സത്യത്തിൽ ബഹുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഈ കാര്യം ഓർത്ത് വെച്ചോ, ഷോയിങ് കൺസിഡറേഷൻ, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വാല്യൂയിങ് ദ ഫീലിങ്സ്, ഒപ്പീനിയൻസ് ആൻഡ് റൈറ്റ്സ് ഓഫ് അതേഴ്സ്. ഇതാണ് മെയിനായിട്ട് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഈ ടീച്ചറുടെ കേസ് വിടുവാണ്. ഇപ്പോൾ ടീച്ചർ വന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെ കൊണ്ട് എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യിപ്പിക്കും, സെമിനാറോ ക്ലാസ് എടുക്കുന്നത് എന്തോ ആയിക്കോട്ടെ. അവിടെ ഇപ്പോൾ ക്ലാസ് എടുക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ ക്ലാസ്മേറ്റാണ്, ഫ്രണ്ടാണ്. അവനോട് നിങ്ങൾ മോശമായിട്ടല്ലെങ്കിൽ ആ ക്ലാസ് ശ്രദ്ധിക്കാതെ നിങ്ങൾ ഇൻ്ററപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും റെസ്പെക്റ്റ് കാണിക്കുന്നില്ല എന്ന് തന്നെ പറയാം. നിങ്ങൾ ക്ലാസ്സിൽ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് ക്ലാസ്സിലെ ടീച്ചറെ മാത്രമല്ല,
നമുക്ക് ആരെ വേണമെങ്കിലും റെസ്പെക്റ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ട്സിനോട് റെസ്പെക്റ്റ് കാണിക്കാം, നമ്മുടെ ജൂനിയേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാം, പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യാം, പബ്ലിക്കിനെ റെസ്പെക്റ്റ് ചെയ്യാം. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ കൺസിഡർ ചെയ്യണം. നമ്മുടെ ക്ലാസ്മേറ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തൊന്ന് പഠിപ്പിക്കുവാണ്, ദെൻ അവൻ്റെ മനസ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആ ആളുടെ പൊസിഷനിൽ നിന്ന് പുള്ളിയെ ഒന്ന് മനസ്സിലാക്കണം. ദെൻ ഫീലിങ്സും ഒപ്പീനിയൻസും റൈറ്റ്സും എല്ലാം മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതായത് റെസ്പെക്റ്റ് എന്നത് ഒരു പെർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇപ്പോൾ ടീച്ചേഴ്സിനെയും പേരൻസിനെയും പ്രായമായവരെയും അങ്ങനല്ല റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. റെസ്പെക്റ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിക്കും റെസ്പെക്റ്റ് കൊടുക്കാം. നിങ്ങൾ പലരും മനസ്സിൽ കാണുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണം, പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം, മുതിർന്നവരെ റെസ്പെക്റ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ സാറെന്ന് വിളിക്കണം, അവരോട് വഴക്കൂടരുത്. പക്ഷേ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിന് ആക്ച്വലി നമ്മൾ ഫ്രണ്ട്സിനെയും റെസ്പെക്റ്റ് തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറില്ലെന്നേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട് ഒരു കാര്യം പറയുമ്പോൾ അവൻ ആ കാര്യം മനസ്സിലാക്കി അവനെ കൺസിഡർ ചെയ്ത് നീ പറഞ്ഞ ഓക്കെ കറക്റ്റാണ്, അങ്ങനെ ചെയ്യാടാന്ന് പറഞ്ഞാൽ അത് ആ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ക്ലിയർ? അപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന വാല്യൂസ് കൊടുക്കാം. ദാറ്റ് ഈസ് കോൾഡ് റെസ്പെക്റ്റ്. ദെൻ എന്താണ് റെസ്പെക്റ്റിൻ്റെ ഇമ്പോർട്ടൻസ്? വൈ റെസ്പെക്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടു ബിൽഡ് ട്രസ്റ്റ് ആണ്. നമ്മൾ മറ്റൊരാൾക്ക് കൃത്യമായിട്ട് റെസ്പെക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് മേൽ വയ്ക്കുന്ന വിശ്വാസവും കൂടി തന്നെ വരും. മറ്റൊന്ന് കോപ്പറേഷൻ. ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പം നിങ്ങളൊരു 5 പേര് ടീമായിട്ട് വർക്ക് ചെയ്യുവാണ്. ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൺസിഡർ ചെയ്ത് അവരെ മനസ്സിലാക്കി ആ കാര്യങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യുവാണ്. പിന്നീട് അത് കുഴപ്പമാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞത് എടുക്കാൻ പറ്റത്തില്ലടാന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് പറയുക. അല്ലാതെ നീ കൂടുതലൊന്നും പറയണ്ട, നീ മണ്ടത്തരമേ പറയൂ എന്ന് പോയി ഇങ്ങനെ തള്ളിക്കളയരുത്. നീ പറ നമുക്ക് കേൾക്കാം. അപ്പോൾ ഓരോരുത്തരും പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവിടെ ഒരു ടീം വർക്ക് ഉണ്ടാവും. അപ്പോൾ ഓരോരുത്തരും മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സിംപ്ലി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയുവാണ്, എടാ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ടെന്ന് പറയുമ്പം നീ ധൈര്യമായിട്ട് പറ. അപ്പോൾ അവനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അവൻ്റെ ഫീലിങ്സ്, എങ്കിൽ നമ്മൾ അവനെ റെസ്പെക്റ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ റെസ്പെക്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം പരിഗണിച്ചു എന്നേ വരുന്നുള്ളൂ ഇവിടെ. ഓക്കെ. ദെൻ പ്രൊമോട്ട് പീസ്. ഈ പറഞ്ഞ കണക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ചെയ്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാവും. ഇത്രയും പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളൊരു സബ്ജക്റ്റിലോട്ട് വന്നിട്ട്, ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ വന്നിട്ട് പഠിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് റെസ്പെക്റ്റ്. പക്ഷേ അവിടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു 90% സ്റ്റുഡൻസ് മനസ്സിലാക്കുന്നത് ഈ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെയും പേരൻസിനെയും പ്രായമായവരെയും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ ബഹുമാനിക്കണം. അത് മാത്രമല്ല, നമുക്ക് ആരെ വേണമെങ്കിലും റെസ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു LKG സ്റ്റുഡൻറ്റിനെയും റെസ്പെക്റ്റ് ചെയ്യാം. അവിടെ നിങ്ങൾ LKG സ്റ്റുഡൻറ്റിനെ കാണുമ്പോൾ നമ്മൾ എണീറ്റിക്കണം. ഈ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതല്ല റെസ്പെക്റ്റ്. നമ്മൾ അവനെ എന്തെങ്കിലും കാര്യത്തിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ, അവന് നമ്മളൊരു വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് LKG സ്റ്റുഡൻ്റ് ആയിക്കോട്ടെ, അവൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നീ പറയടാ മോനെ, നീ പറ, എന്താ സംഭവം, ഇങ്ങനെ സംഭവം നടന്നില്ലേ അന്ന്, അതാണ് റെസ്പെക്റ്റ്. നമ്മൾ ആ പറയുന്ന പയ്യനെ, ആ കുട്ടിയെ നമ്മൾ യഥാർത്ഥത്തിൽ റെസ്പെക്റ്റ് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ചാടി എണീറ്റ് നിൽക്കുന്ന പരിപാടിയല്ല. ഇതൊക്കെയാണ് റെസ്പെക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൊടുത്താൽ ഇത്രയും പ്രയോജനങ്ങളുണ്ടാവും. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എങ്ങനെ റെസ്പെക്റ്റ് കാണിക്കുക എന്നുള്ളത്. വീണ്ടും ദൈവീത നമുക്ക് എഴുന്നേറ്റ് നിൽക്കുന്നത് പാർട്ട് ഓഫ് ഷോയിങ് ആണ്. ഒരാളെ മനസ്സിൽ ചീത്തയും വിളിച്ചുകൊണ്ട് എഴുന്നേറ്റിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ശരിക്കും യഥാർത്ഥത്തിൽ റെസ്പെക്റ്റ് കാണിക്കുന്ന ഒന്ന് ലിസണിങ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്നത് തന്നെ നമ്മൾ അയാളെ ബഹുമാനിക്കുന്നതിന് തുല്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഒരാൾക്ക് അറ്റൻഷൻ കൊടുത്താൽ അയാൾ പറയുന്നത് കൃത്യമായിട്ട് കേട്ട് ഒരു ഇൻ്ററപ്ഷനും വരുത്താതെ കൃത്യമായിട്ട് കേൾക്കുന്നത് തന്നെ അവർക്ക് റെസ്പെക്റ്റ് ആണ്. ഇത് ക്ലാസ്സിലുണ്ട്. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ അതാണ് ടീച്ചർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്. ഓക്കെ. ടീച്ചറെന്നല്ല, ആരായാലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളത് കേൾക്കുക. അത് മുഴുവനും കേൾക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. യൂസ് കൈൻഡ് വേർഡ്സ്. എന്ത് ദേഷ്യം വന്നാലും നമ്മൾ വളരെ പൊളൈറ്റായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ അക്നോളജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഓക്കെ. ഇപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ഒപ്പീനിയൻ, ബിലീഫ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴും അത് അക്നോളജ് ചെയ്യുക. അത് കൃത്യമായിട്ട് പറയുക, ഈ ഒരു അഭിപ്രായം തൽക്കാലം നമുക്ക് ഇവിടെ വിലപ്പോകുമെന്ന് തോന്നുന്നില്ല, ഇത് നമുക്ക് ഇരിക്കട്ടെ, നമുക്ക് വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ എടുക്കാവുന്ന രീതി അങ്ങനെ സംസാരിക്കുക. ഇപ്പോൾ ഒരാളൊരു ഒപ്പീനിയൻ പറഞ്ഞു, നമുക്ക് തന്നെ മനസ്സിലായി ആ ഒപ്പീനിയൻ ശരിയാവില്ല. ഉടനെ എന്തോന്നാണ് ഈ പറയുന്നത്, മണ്ടത്തരം പറയല്ലേ, ഇതൊന്നിന് പോയേ, ഇങ്ങനല്ല. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു ഒപ്പീനിയൻ കൊള്ളാം, പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്കിതെടുക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം എന്ന് പറയുക. ഓക്കെ. ദെൻ മെയിൻറ്റെയിൻ ബൗണ്ടറീസ് എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ
എപ്പോഴും ഒരു അകലമിടണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു പേന വാങ്ങണം, ഒരാളിന് പേന മേടിക്കണം. എടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ചോദിക്കുക, എടാ നിൻ്റെ പേന ഒന്ന് എടുക്കുവാണേ, അത് അയാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. മറിച്ച് അവൻ്റെ പേന എടുത്തുകൊണ്ട് പോയിട്ട് നീ എന്താടാ പേന എടുത്താൽ എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ പേന എടുക്കും, നീ ആരാടാ ചോദിക്കാൻ, ഈ ആറ്റിറ്റ്യൂഡ് കാണിക്കരുത്. മെയിൻറ്റെയിൻ ബൗണ്ടറീസ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ബോറോ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് അത് ചോദിക്കുക, കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. ആ ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോളജൈസ് ചെയ്യുക, സോറി പറയുക, അതൊക്കെ റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ ഒരു 5 കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ടീച്ചറോടാണെന്ന് വെച്ചോക്കേ, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, ടീച്ചറോട് യാതൊരു തരത്തിലുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കുന്നില്ല, വളരെ പൊളൈറ്റായിട്ട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഒരു പക്ഷേ ടീച്ചർ പറയുന്ന എന്തെങ്കിലും കാര്യം നമുക്ക് യോജിക്കാതെ വരുന്നുണ്ടെങ്കിൽ അത് അക്നോളജ് ചെയ്തിട്ട് ടീച്ചറെ ഇത് ഇങ്ങനല്ലല്ലോ, ആ രീതിയിലല്ലേ വരേണ്ടത്, ആ രീതി സംസാരിക്കുന്നു. ടീച്ചറുടെ പേനയോ അല്ലെങ്കിൽ ടീച്ചർ ആ പേന ഒന്ന് തരുമെന്ന് ചോദിച്ചിട്ടൊക്കെ എടുക്കുന്നു. ദെൻ നമുക്കൊരു തെറ്റ് പറ്റിപ്പോയാൽ സോറി മിസ്സേ, സോറി ടീച്ചറെ, അല്ലെങ്കിൽ സോറി സാർ അത് പറ്റിപ്പോയി, ഇനി ഉണ്ടാവത്തില്ല എന്ന് പറയുന്നു. ഇത് 5 കൂടെ ചേർത്ത് വായിക്കുമ്പോഴല്ലേ സത്യത്തിൽ നമ്മൾ ആ ടീച്ചറെ ബഹുമാനിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാതെ ടീച്ചർ വരുമ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ഈ 5 കാര്യവും ചെയ്യാതിരുന്നാൽ പിന്നെ അവിടെ ബഹുമാനമുണ്ടോ? അപ്പോൾ ശരിക്കും റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കുക, നല്ല നല്ല വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. ഒപ്പീനിയൻസിന് എന്തെങ്കിലും നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് വളരെ മാന്യമായിട്ട് തന്നെ അവതരിപ്പിക്കുക. ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വസ്തുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കുക. നമ്മുടെ സൈഡിലാണ് മിസ്റ്റേക്ക് എങ്കിൽ തർക്കിക്കാൻ പോകരുത്, അത് കൃത്യമായിട്ടൊരു സോറി പറയുക. ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളൊരാളോട് റെസ്പെക്റ്റ് കാണിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ടീച്ചറോടൊന്നല്ലടോ, ഇത് ആരോട് നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാലും ആ ആളോട് നിങ്ങൾ റെസ്പെക്റ്റ് കാണിക്കുവാണ്. ദിസ് ഈസ് ദ പ്യുവർ റെസ്പെക്റ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബഹുമാനം കാണിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ്, ലിവിങ് പീസ്ഫുള്ളി. ശരിക്കും ഈ ലിവിങ് പീസ്ഫുള്ളി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്. ഇവിടെ ഒരാൾ സമാധാനമായിട്ട് ജീവിക്കുന്നു എന്നല്ല, നമ്മൾ ഈ പറയുന്ന രീതിയിൽ മോറൽസും വാല്യൂസും എത്തിക്സും ഇൻറ്റഗ്രിറ്റി എല്ലാം കാണിച്ച് മറ്റുള്ളവരോട് റെസ്പെക്റ്റൊക്കെ കാണിച്ചാൽ ഓൾ ഓവർ ദ വേൾഡിൽ എല്ലാവരും ഇങ്ങനെ ആണെങ്കിൽ ഈ ലോകം മുഴുവനും സമാധാനമായിട്ട് പോകുന്നതാണ്. ഒരു ഒത്തൊരുമ ഉണ്ടാവും, അതാണ് ഈ ഹാർമണി എന്ന് പറയുന്നത്. ഇത് നടക്കുന്ന കാര്യമൊന്നുമല്ല, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ലോകത്ത് യുദ്ധം പോലും ഉണ്ടാവില്ല. സോ നമ്മൾ മാക്സിമം മറ്റുള്ളവരോട് കൈൻഡ്നസ്സും എമ്പതിയൊക്കെ കാണിച്ച് പോയാൽ, എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ, ഈ എക്സാമ്പിൾ പറയുന്നത് അതിർത്തി തർക്കം, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്ത് എപ്പോഴും ഉണ്ടാകുന്നത് വേലിത്തർക്കം ഉണ്ടാവും, അതിർത്തി തർക്കം. നമ്മൾ ഈ പറയുന്ന 2 വ്യക്തികൾ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കേൾക്കാനുള്ള മനസ്സെങ്കിലും കാണിച്ചാൽ ആ തർക്കം അവിടെ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ലിവിങ് പീസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഈ റെസ്പെക്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ വീണ്ടും പറയുന്നു, ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഒരാൾ മറ്റൊരാളെ ബഹുമാനിക്കുമ്പോൾ എങ്ങനെയാണ് സമാധാനം? നിങ്ങൾ പറയുന്ന ബഹുമാനം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുതിർന്നവരെയും ടീച്ചറെയും പേരൻസിനെയും അതല്ല ബഹുമാനം. അത് മാത്രമല്ല, ഒരു ടീച്ചറെ ബഹുമാനിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ആണെങ്കിൽ ഇത് ആരെ വേണമെങ്കിലും നമുക്ക് ബഹുമാനിക്കാം. അതാ പറഞ്ഞത്, ഈ സെയിം കാര്യം നമ്മുടെ LKG സ്റ്റുഡൻറ്റിനോട് അപ്ലൈ ചെയ്താൽ നമ്മൾ ആ LKG സ്റ്റുഡൻറ്റിനെ ബഹുമാനിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഇപ്പോൾ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമുക്ക് ചുറ്റും നിൽക്കുന്ന എല്ലാവരെയും നമുക്ക് ബഹുമാനിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെസ്പെക്റ്റ് ചെയ്യാം. ഒരു ഫ്രണ്ട് ഒരു കാര്യം പറയാൻ വരും, എടാ ഒരു കാര്യം പറയണം, അപ്പോൾ നിങ്ങൾ പറയുവാണ് നീ ഒന്ന് പോയേ, മനുഷ്യരുടെ സമാധാനം ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് എണീറ്റ് പോയി, എനിക്ക് കേൾക്കാനൊന്നും വയ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയാളെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്നാണ്. അയാളൊരു കാര്യം പറയാൻ വന്നപ്പോൾ അറ്റ്ലീസ്റ്റ് അത് കേട്ടിട്ട് വേണ്ടെങ്കിൽ തള്ളിക്കളയാം. കേട്ടിട്ട് വേണ്ടെന്ന് തള്ളിക്കളയാൻ മീൻസ് അക്നോളജ് ചെയ്യണം. ഓക്കെ, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ശരിയാവത്തില്ലടാ, നമുക്കിത് പിന്നെ എങ്ങനെ നോക്കാം, ഇങ്ങനെ പറയുന്നതൊക്കെ ഓക്കെ സമ്മതിച്ചു എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും വേണമെങ്കിൽ റെസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ അതിന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ലിവിങ് പീസ്ഫുള്ളി. ഈ രീതിയിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ഇതൊരു യൂണിവേഴ്സൽ ഫിനോമിനയാണ്. ലോകത്തുള്ള എല്ലാവരും ഇങ്ങനെ ആണെങ്കിൽ ഈ ലോകം വളരെ സമാധാനപരമായിട്ട് പോകുമെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഹൗ ടു ലീവ് പീസ്ഫുള്ളി. എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമ്പതി കാണിക്കാൻ നോക്കുക. ഇത് ഒരാൾ ചെയ്താൽ പോരാ, അതാണ് പ്രശ്നം. ലോകത്തിലുള്ള എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മാത്രമേ പീസ്ഫുള്ളി ആയിട്ട് പോകാൻ പറ്റൂ. അപ്പം ഞാൻ എമ്പതി കാണിച്ചിട്ട് എന്നോട് മറ്റൊരാൾ എമ്പതി കാണിക്കുന്നില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരുടെ കാര്യം കൂടിയാണ് പറയുന്നത്. എമ്പതി ഒരു വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, എമ്പതി കാണിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സ്ഥാനത്താണെങ്കിൽ, ആ വ്യക്തിയുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവുക. കൺട്രോൾ ആങ്കർ. ദേഷ്യപ്പെടുന്നത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. പ്യുവർ സൈക്കോളജിയാണ്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ചിരി വരും, ഇതൊക്കെ നിങ്ങൾക്കും അറിയാവുന്ന കേസാണ്. ഫോർഗീവ് ആൻഡ് ഫോർഗെറ്റ്. ക്ഷമിക്കുക, മറക്കുക. പ്രൊമോട്ട് ഇക്വാളിറ്റി. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ബിസിനസ്സിലൊക്കെ. ഇപ്പോൾ നമ്മൾ ഒരാൾ വരുമ്പോഴത്തേക്ക് അയാളുടെ നിറത്തിൻ്റെ അടിസ്ഥാനത്തിലോ ജാതി, മതം, പൊക്കം, വർണ്ണം ഇതിനൊന്നും പേരിൽ ഇന്നിക്വാളിറ്റി കാണിക്കരുത്. അയാളെ നമ്മുടെ കൂടെ തന്നെ നിർത്തുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെ. നിങ്ങളെല്ലാവരും ഒരു മനസ്സോടെ ഇക്വാളിറ്റി ആയിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ഒരു സമാധാനം ഉണ്ടാകുന്നത്. ബി എ റോൾ മോഡൽ.
ഞാൻ ചെയ്യുന്ന കാര്യം മറ്റൊരാൾക്ക് കോപ്പി ചെയ്യാൻ തോന്നണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ജീവിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നുദ്ദേശിക്കുന്ന ലോകത്തെല്ലാവരും തീർച്ചയായിട്ടും ഈ ലോകം മുഴുവനും സമാധാനം ഉണ്ടാവും. ഓക്കെ, ദെൻ എന്താണ് ചാലഞ്ചസ്? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ഈ റെസ്പെക്റ്റിൻ്റെ പ്രശ്നം നമുക്ക് ചില സമയത്ത് നമുക്ക് ചില തെറ്റിദ്ധാരണ, പ്രിജുഡിസ് മൈൻഡ്. ഈ പ്രിജുഡിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മുൻവിധിയോട് കൂടി പറയും. നമ്മൾ ചില ആൾക്കാരെ മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ട് ജഡ്ജ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ റെസ്പെക്റ്റ് കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. മുൻകൂട്ടി കയറി ജഡ്ജ് ചെയ്ത് കളയും. ഇപ്പോൾ ഒരാളൊരു കാര്യം പറയാനായിട്ട് വരുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കും അവൻ പറയാൻ വരുന്ന മണ്ടത്തരമായിരിക്കും, നീ പോയേ. പക്ഷേ അയാൾ പറയാൻ വരുന്ന നല്ല കാര്യമായിരുന്നു. പ്രിജുഡിസ് മൈൻഡ് ഒരു പ്രശ്നമാണ്. ഈ അണ്ടർസ്റ്റാൻഡിങ്, കൺസിഡറേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേടോ. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ഒരു കാര്യം പറയാനായിട്ട് വരുവാണ്, എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഉടനെ പറയും എന്തായാലും മണ്ടത്തരമായിരിക്കും, നീ പറയണ്ട. ദാറ്റ് ഈസ് പ്രിജുഡിസ് മൈൻഡ്. അവൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോൾ ആ പ്രിജുഡിസ് മൈൻഡ് വന്നാൽ ചിലപ്പോൾ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഓഫ് കോഴ്സ് ഈഗോ, അത് ഞാൻ പറയാതെ തന്നെ അറിയാം. ഈഗോ എന്നൊക്കെ പറയുന്നത് ഈ എംപ്ലോയീസിൻ്റെയൊക്കെ ഇടയ്ക്ക് വരും. ആരാണ് വലിയവൻ, ഞാൻ നിന്നെ ബഹുമാനിക്കത്തില്ല, നീ എന്നെ ബഹുമാനിക്കത്തില്ല എന്ന രീതിയിൽ ഈഗോ വർക്കൗട്ട് ആയാൽ പ്രശ്നമാണ്. പിന്നെ പരസ്പരം ബഹുമാനിക്കാൻ പറ്റില്ല. മറ്റൊന്ന് ഇഗ്നോറൻസ്, മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനകത്ത് പ്രശ്നം വരും. മിസ്അണ്ടർസ്റ്റാൻഡിങ്, ചിലപ്പോൾ അയാൾ അങ്ങനൊന്നും ആയിരിക്കത്തില്ല ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാകുന്നത് തന്നെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഒരാൾക്ക് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഇത് ഓവർകം ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാന കാര്യം പേഷ്യൻസ് ആൻഡ് കൈൻഡ്നെസ് ആണ്. ക്ഷമയോടെ കേൾക്കുക, വളരെ ക്ഷമയോടെ മറ്റുള്ളവരെ കേൾക്കുക. ദെൻ എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് അബൌട്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ആൻഡ് ബിലീവ്സ്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് കൊള്ളത്തില്ല എന്ന് വിചാരിക്കരുത്. എനിക്കിഷ്ടപ്പെടാത്ത കാര്യം മോശമാണെന്ന് വിചാരിക്കരുത്. അത് മറ്റൊരു കൾച്ചറാണ്, നമ്മളും അതുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ കോൺഫ്ലിക്റ്റ്, മറ്റ് കാര്യങ്ങളും എല്ലാം സംസാരിച്ച് തീർക്കാൻ നോക്കുക. ഇതൊക്കെ തന്നെയാണ് നിങ്ങളും ജീവിതത്തിൽ ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന റെസ്പെക്റ്റ് അല്ല പ്യുവർ റെസ്പെക്റ്റ്. പ്യുവർ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ 5 കാര്യമാണ്. ഇത് നിങ്ങൾ ആരോട് ചെയ്താലും നിങ്ങൾ അയാളെ ബഹുമാനിക്കുവാണ്. നിങ്ങളൊരു കൊച്ചു കുട്ടിയുടെ കാര്യം ആലോചിച്ച് നോക്കുക. നിങ്ങൾ ലിസൺ ആക്റ്റീവ്ലി, യൂസ് കൈൻഡ് വേർഡ്സ്, അക്നോളജ് ചെയ്യുന്നു, ബൗണ്ട്. ഒരു കൊച്ചു കുട്ടിയുടെ നിന്നാണെങ്കിലും പെൻസിൽ മേടിക്കുക, LKG കൊച്ചിൻ്റെ നിന്ന് പെൻസിൽ മേടിക്കുമ്പോഴും ഒന്ന് ചോദിക്കുക, എടാ മോനെ നിൻ്റെ പെൻസിൽ ഒന്ന് എടുക്കുവാണേ. കാര്യം നിങ്ങൾ അവനെ റെസ്പെക്റ്റ് ചെയ്യുന്ന തുല്യമാണ്. സോറി പറയുന്നു. ഇത് ആരോട് നിങ്ങളിത് ചെയ്താലും ഇതാണ് റെസ്പെക്റ്റ്. ഇതാണ് റെസ്പെക്റ്റ്, അല്ലാതെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത് മാത്രമല്ല. ഓക്കെ, ദെൻ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലിസൺ, ഈ പറയുന്ന ലിവിങ് പീസ്ഫുള്ളി പോകുന്നത്. ദെൻ റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബാഡ് കമ്മ്യൂണിക്കേഷനാണ്. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞ സമാധാനം പോകുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് റെസ്പെക്റ്റ് ഇല്ലായ്മയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ട് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവരുത്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വളരെ പ്രധാനപ്പെട്ട റോളുണ്ട്. ഓക്കെ, ഇനി റെസ്പെക്റ്റും പീസും തമ്മിൽ എന്താ ബന്ധം? ഓഫ് കോഴ്സ് ഞാൻ ഈ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങൾ ക്ലാസ്സിൽ 50 സ്റ്റുഡൻസ് ഉണ്ട്. ഈ 50 പേരും ടീച്ചേഴ്സിനോട് ഈ രീതിയിൽ പെരുമാറിയാൽ ഓട്ടോമാറ്റിക്കലി വളരെ ശാന്തമായിട്ട് ആ ക്ലാസ് അവസാനിപ്പിക്കാൻ പറ്റും. ക്ലാസ്സിൽ 50 പേരുണ്ട്. ആ 50 പേരും ആ വരുന്ന ടീച്ചറോട് ഈ 5 കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയേ, ആ 1 മണിക്കൂർ ക്ലാസ് പെർഫെക്റ്റ് ആയിരിക്കും. സോ നിങ്ങൾ റെസ്പെക്റ്റ് കാണിച്ചാൽ ഓട്ടോമാറ്റിക്കലി പീസ് ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പ്രശ്നം വന്ന് നോക്ക്, അവിടെ സമാധാനം. ആ ക്ലാസ് നിങ്ങൾക്കറിയാം, ക്ലാസ്സിലൊക്കെ പലപ്പോഴും തർക്കം ഉണ്ടാകുന്ന ഇതിലേതെങ്കിലും ഒരു കാര്യമായിരിക്കും. ക്ലാസ് ഇരുന്ന് ബഹളം വെച്ചാൽ മിക്കവാറും പ്രശ്നമാവും. അങ്ങോട്ടോ ഇങ്ങോട്ടോ മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ പ്രശ്നമാവും. തമ്മിൽ തർക്കം ഉണ്ടാവാൻ കാരണമാവും. പറയാതെയൊക്കെ എടുക്കുക. അപ്പോൾ ടീച്ചർ എടുത്ത് ആരോട് ചോദിച്ചിട്ടായി പേന എടുത്തത്, അങ്ങനെ നമ്മൾ ഈ സംബന്ധിച്ചൊരു ബൗണ്ട് കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ തെറ്റ് സമ്മതിക്കുന്നില്ല, ചുമ്മാ തർക്കം ഉണ്ടാവുന്നു. ഇതൊക്കെയല്ലേ പ്രധാനമായിട്ടൊരു ക്ലാസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ജസ്റ്റ് ആലോചിക്കുക, ഈ 5 കാര്യവും നിങ്ങളെ ക്ലാസ്സിൽ 50 പേരും കറക്റ്റായിട്ട് ചെയ്താൽ ഏറ്റവും നല്ല ക്ലാസ് ആയിരിക്കും അത്. അതാണ് റെസ്പെക്റ്റ് പീസിന് കാരണമാകും. ദെൻ ഹൗ ടു ടീച്ച് റെസ്പെക്ട് ടു അതേഴ്സ്. നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യം വേറെ ഉണ്ട്. എങ്കിലും നമുക്ക് എങ്ങനെ റെസ്പെക്റ്റ് പഠിപ്പിക്കാം? ഒന്ന്, നമ്മളൊരു എക്സാമ്പിൾ ആവുക. നമ്മൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. ദെൻ കൈൻഡ്നെസ്സും എംപതിയും മാക്സിമം കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊന്ന്, ടീച്ച് അതേഴ്സ് ടു ലിസൺ ആൻഡ് വാല്യൂ ഡിഫറൻറ്റ്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണോ? നമ്മൾ തമാശ പറയുന്നില്ല, വലിയൊരു ക്വാളിറ്റിയായി ലിസണിങ് ആണ് ഏറ്റവും വലിയ റെസ്പെക്റ്റ്. മറ്റൊരാൾ പറയുന്നത് ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കും, എങ്കിലും അത് മൊത്തം ഇരുന്ന് കേട്ടാൽ അയാൾക്ക് തോന്നുക എന്നെ അയാൾ കൺസിഡർ ചെയ്തു. ലിസണിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ റെസ്പെക്റ്റ് പഠിപ്പിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ റെസ്പെക്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. മറ്റൊന്ന്, കൈൻഡ്നെസ്സും എമ്പതിയും പഠിപ്പിക്കുക. ലിസൺ ചെയ്യാൻ പഠിപ്പിക്കണം, മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പഠിപ്പിക്കുക. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ 3rd യൂണിറ്റ് വരുന്നത്. നമുക്കറിയാവുന്ന, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്ന എല്ലാ കാര്യവും അറിയാവുന്നതിനാണ്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതാൻ പഠിക്കണം. അതിനാണ് ഞാൻ ഈ PDF പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ PDF ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടായിട്ട് തന്നെ, ഈ ടെക്സ്റ്റ് ഫുള്ള് നോട്ടായിട്ട് തന്നെ ഉണ്ട്. ഞാനതിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ 3 യൂണിറ്റ് കവർ ചെയ്തിട്ടുണ്ട്.